സൂറത്തുൽ ദുഹായിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റെടുക്കുകയും എന്തിനാണ് ഹബീബ് നിങ്ങൾ വിഷമിക്കുന്നത്, നിങ്ങൾ എത്തിയുമായിപ്പോ താങ്കൾക്ക് ഞാൻ അഭയം നൽകിയില്ലേ, അങ്ങക്ക് കാശില്ലാതായിരുന്നപ്പോ അങ്ങനെ ഞാൻ ധനികനാക്കിയില്ലേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാഹു വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങളങ്ങനെ സത്യാന്വേഷകനായി നടന്നപ്പോ നിങ്ങൾക്ക് ഞാൻ ഏറ്റവും നല്ല ഹിദായത്ത് നൽകിയില്ലേ, അതുകൊണ്ട് എന്തിനാണ് സങ്കടപ്പെടുന്നത് എന്ന് അല്ലാഹു ചോദിച്ച ഒരു ചോദ്യമാണ് സൂറത്തുൽ ദുഹായിൽ ഉടനീളം നാം ചർച്ച ചെയ്തത്. ഇനി അതിന്റെ തുടർച്ചയായി വീണ്ടും അല്ലാഹു ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു ഏറ്റെടുക്കുന്നത് മനോഹരമായ ചില ഗുണപാഠങ്ങൾ എല്ലാം ഉൾക്കൊണ്ട ഒരു വലിയ സൂറത്താണ് സൂറത്തു ശർഹ്. മനസ്സിനൊക്കെ ടെൻഷനും ബുദ്ധിമുട്ടും സങ്കടവും വരുമ്പോൾ വലിയ വലിയ ഉസ്താദുമാർ ഇവിടെ ഇരുന്നിട്ട് ഇവിടെ കൈവച്ച് ഓതാൻ പറയുന്ന സൂറത്താണ് അലം നശ്റഹ്. അലം നശ്റഹ് ലക സദ്റക. സ്വാദാണ്, സീനല്ല, സദ്റകല്ല, സദ്റക. അലം നശ്റഹ് ലക സദ്റക വവദഅനാ അൻക വിസ്റക. അവിടെ വിസ് സായും സാന്ന് പറയും, സെഡ് വിസ്റക അല്ലദീ അവിടെ വളരെയധികം ശ്രദ്ധിക്കണം. ഒന്ന് അല്ലദീ അൻഖള, മുൻഫസിലാണ്, നീട്ടും ചെയ്യാം നീട്ടാതിരിക്കും ചെയ്യാം. ഒരാള് അല്ലദീ അൻഖള തെറ്റില്ല, ഒരാള് അല്ലദീ അൻഖള മുൻഫസിലാണ്. എന്നാൽ അതിന്റെ ശേഷമുള്ള അൻഖള അവിടെ ലഹറക്ക് എന്ന് പറയുന്നിടത്ത് ലോഹുമാണ്. വലദ്വാലിലുള്ള ലോതാണ് ആദ്യം, പിന്നെയോ അതേ രൂപത്തിൽ ഉച്ചരിക്കാൻ പാടില്ല. പിന്നെ ത്വാഇന് പുള്ളിട്ടുള്ള ലോ. അക്ഷരായത് കൊണ്ട് തന്നെ ഓവറാകാത്ത രൂപത്തിൽ വെളിവാക്കിയിട്ട് തോന്നും വേണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വളരെ ഇത് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആയത്താണെങ്കിലും ഇത് അവിടത്തേക്ക് മാത്രം പ്രത്യേകമല്ല, നമ്മോടൊക്കെയുള്ള ചോദ്യമാണ്. എല്ലാ ചോദ്യങ്ങളും മുസ്ലിം ഉമ്മത്തിനോടുള്ളതാണ്. കാരണം ഇവിടെ യാ മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടൊന്നുമില്ല. നമുക്കൊക്കെ അള്ളാഹു നൽകുന്ന ആവേശവും എനർജിയും ഊർജവുമാണ് സൂറത്തുൽ ദുഹ. നമ്മളത് പഠിക്കണം അല്ലേ? വളരെ വലിയ വാഗ്ദാനങ്ങൾ. നിങ്ങൾ സങ്കടപ്പെടണ്ട. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. നിങ്ങളെ റബ്ബ് നിങ്ങളെ കൈയൊഴിഞ്ഞിട്ടില്ല. വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊല. ഇനി വരാനിരിക്കുന്ന നാളുകൾ നിങ്ങൾക്ക് വന്ന നാളുകളെക്കാൾ മെച്ചപ്പെട്ടതാണ്. ടെൻഷനൊന്നും അടിക്കണ്ട. വലസൗഫ യുഅതീക റബ്ബുക ഫതർദാ. നിങ്ങൾ പൂതി തീരുന്നത് വരെ അല്ലാഹു നൽകും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു നടത്തിയ ഒരു മെസ്സേജ് ആണെങ്കിലും ആ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച സിറാത്തുൽ മുസ്തഖീമിൽ ക്ഷമിച്ച് അല്ലാഹ് എന്ന ദൃഢനിശ്ചയത്തോടെ ജീവിച്ചാൽ നമുക്കൊക്കെയുള്ളതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തുടരുകയാണ് പടച്ച റബ്ബ്. അലം നശ്റഹ്
ഞാൻ നിങ്ങൾക്ക് വിശാലമാക്കി തന്നില്ലയോ സദറക, നിങ്ങളുടെ ഹൃദയത്തെ. വലിയൊരു നിഅമത്താണ് ഹൃദയമൊന്ന് വിശാലമായി കിട്ടുക. എല്ലാ ഉൾക്കൊള്ളുന്ന മനസ്സ്, ആരോടും പകയില്ലാത്തൊരു മനസ്സ്, നന്മകളൊക്കെ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു മനസ്സ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അലം നശ്റഹ് ലക സദറക, മുത്തുനബിയേ, നബിയോട് മാത്രമല്ല നമ്മളോടൊക്കെ നാം നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾക്ക് വിശാലമാക്കി തന്നില്ലയോ? ഐ ജഅൽനാഹു ഫസീഹൻ റഹീബൻ വാസിഅ, എന്തും ഉൾക്കൊള്ളാൻ പറ്റുന്ന നല്ലൊരു ഹൃദയം അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ കഴിഞ്ഞ കാലത്ത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഈ അടുത്ത് നമ്മൾ അങ്ങനെ കണ്ട ഒരു മഹാമനീഷ്, എല്ലാം ഉൾക്കൊള്ളുന്നു, ഉള്ളിൽ നിറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ശിഹാബ് തങ്ങളുടെ ആത്മീയതയുടെ ഒരു വശമുണ്ട്. ആ ആത്മീയതയുടെ വശം മനസ്സിലാക്കാൻ ഞങ്ങളുടെ ഉസ്താദ് ബഹാവുദ്ദീൻ ഉസ്താദ് തസവുഫിന്റെ ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിന് ശിഹാബ് തങ്ങൾ എഴുതുന്ന ഒരു ആമുഖമുണ്ട്, കുറച്ച് പേജുകളുള്ള ഒരു ആമുഖം. അത് കാണുമ്പോൾ ആരും ചോദിക്കും, ഇത് തങ്ങൾ എഴുതിയത് തന്നെയാണ്? ഉസ്താദ് പറയും, അതെ, തങ്ങൾ എഴുതിയതാണ്. ശിഹാബ് തങ്ങളുടെ ആത്മീയ ലോകം മനസ്സിലാക്കാൻ ആ ഒരു ചുരുങ്ങിയ പേജുകൾ വായിച്ചാൽ മതി. എന്താണ് തസവ്വുഫ്, എന്താണ് ആത്മീയത? അവർക്കൊക്കെ പേരക്കുട്ടിയാണല്ലോ. അതുപോലെ ഹൃദയം അല്ലാഹു വിശാലമാക്കി തന്നില്ലയോ? അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊരു ആയത്ത് ഇറങ്ങുമ്പോ, പുതിയൊരു ആയത്ത് കിട്ടിയാൽ നബി തങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ചൊല്ലിയൊക്കെ പഠിച്ചവനെ മറന്നു പോവുകയോ. ഞമ്മക്ക് ആയത്ത് പഠിച്ചാൽ മതി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പഠിപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ട് ഇത് മറന്നു പോകുമോ എന്നുള്ള ഒരു ഭയം കൊണ്ട് ഒരായത്ത് കിട്ടിയാൽ ഹബീബ് അതങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ ചൊല്ലി വെക്കും, മനഃപ്പാടമാകാനും മറക്കാതിരിക്കാനും വേണ്ടി. അപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് മുത്തുനബിയോട് പറയുന്നു, ലാ തുഹദ്ദിഖ് ബിഹി ലിസാനക, മുത്തുനബിയെ നിങ്ങൾ അങ്ങനെ നാവ് അനക്കൊന്നും വേണ്ട, ലിതഅജല ബിഹി, ഇത് പെട്ടെന്ന് മനഃപ്പാടായി കിട്ടാൻ നിങ്ങൾ അങ്ങനെ പ്രയാസപ്പെടുന്നും വേണ്ട. ഇന്ന അലൈനാ ജംഅഹു വ ബയാന, ഈ ഖുർആൻ നമ്മൾ ഒരുമിച്ച് ഓതുമെന്ന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുത്തുനബിയോട് തുടരുകയാണ്, സനുഖരിഉക, നാം താങ്കൾക്ക് ഓതിത്തരും, ഫലാ തൻസ, നിങ്ങൾ മറന്നു പോവുകയുമില്ല. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ആ ഹൃദയത്തിന്റെ ശറഹ്, വിശാലത്തിൽ നമുക്ക് തോന്നും, എന്താണ് ഇത്രയും വളരെ വ്യക്തമായ കാര്യം ഇവർക്കുണ്ട് മനസ്സിലാവാത്തത്? ഹൃദയം തുറന്നിട്ടില്ല. ഹൃദയം തുറന്നു കഴിഞ്ഞാൽ, ഹൃദയം വിശാലമായി കഴിഞ്ഞാൽ അവർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയും. അതാണ് അല്ലാഹു ഒരു വിഭാഗത്തിന് ഹിദായത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അവരുടെ ഹൃദയത്തെ അല്ലാഹു ഇസ്ലാമിന് വേണ്ടി വിശാലമാക്കി കൊടുക്കും. ഇപ്പൊ റബീഉൽ അവ്വൽ വന്നു കഴിഞ്ഞാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ ജന്മദിനം ആഘോഷിക്കണമെന്നതിന് ഒരു തെളിവിന്റെ ആവശ്യമുണ്ട് ഇപ്പോഴും എനിക്ക് തോന്നിയിട്ടില്ല. അത് ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്. അതൊരു അല്ലെങ്കിലും നബിദിന ആഘോഷം എന്നൊക്കെ പറഞ്ഞാൽ ഖുർആനിൽ ഇങ്ങനെ ഉണ്ടല്ലോ, ഹദീസിൽ ഇങ്ങനെ ഉണ്ട്. ഇതൊന്നും അല്ല സ്വഹാബാക്കൾ ചെയ്തത്, ഇത് റഹ്മത്താണ്, ഇത് ഞങ്ങൾക്ക് കിട്ടിയ വരദാനാണ്, ഇത് ഞങ്ങൾക്ക് കിട്ടിയ സമ്മാനാണ്. ഞങ്ങൾ എങ്ങനെ സന്തോഷിക്കാതിരിക്കും? എങ്ങനെ സന്തോഷം വരുമ്പോ, റഹ്മത്ത് കിട്ടുമ്പോ സന്തോഷിക്കാത്തവരാരാളുള്ളത്? സ്വന്തം മോന്റെ ബർത്ത്ഡേക്ക് എത്ര സന്തോഷം ഉണ്ടെങ്കിൽ ലോകത്തിന്റെ സമ്മാനത്തിന്റെ ജന്മദിനത്തിൽ സന്തോഷം ഉണ്ടാകുന്നതിന് തെളിവല്ല വേണ്ടത്? വിശാലമായ തുറന്ന ഒരു മനസ്സ് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹൃദയം ഖുദ്സ്
മിസ്സായി പോയാൽ ഒന്നും നമുക്ക് കത്തൂല, നന്മകളൊന്നും നമുക്ക് സ്വീകരിക്കൂല. ചിലത് സിദ്ദീഖ് തങ്ങൾക്ക് തിരിഞ്ഞത് ഉമർ റളിയല്ലാഹു തിരിയൂലായിരുന്നു. അങ്ങനെ അവർ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസം, അതിന്റെ പേരിൽ അങ്കലാപ്പ് ഉണ്ടാക്കലോ അല്ലെങ്കിൽ തർക്കങ്ങൾ ഉണ്ടാക്കലോ പ്രശ്നങ്ങൾ ഉണ്ടാക്കലോ അവരുടെ ശൈലിയല്ല. പക്ഷെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. കുറച്ചു കഴിഞ്ഞാൽ ഉമർ തങ്ങൾ വന്നിട്ട് പറയും, ഇപ്പോ അല്ലാഹു എനിക്ക് എന്റെ ഹൃദയത്തെ താങ്കളുടെ ഹൃദയം തുറന്നതുപോലെ തുറന്നു തന്നിരിക്കുന്നു. അബൂബക്കറേ റളിയല്ലാഹു അൻഹു, നിങ്ങൾ പറഞ്ഞത് ഇപ്പൊ എനിക്ക് മനസ്സിലായിരിക്കുന്നു. അത് വലിയൊരു ക്വാളിറ്റിയാണ് പറഞ്ഞത്. അല്ലാഹു ഹിദായത്ത് തരാൻ ഉദ്ദേശിച്ചാൽ ഹൃദയത്തെ തുറന്നു തരും. എന്നാൽ ഒരാളെ വലാലത്തിലാക്കാൻ ഉദ്ദേശിച്ചാലോ വിശദീകരിക്കണം എങ്ങനെയെന്നറിയാം. ഒരാള് ഒരാള് ആകാശത്തിലേക്ക് ഉയർന്നാലുള്ള അവസ്ഥ നമുക്കൊക്കെ ഒരു 10-32 ഒരു ലിമിറ്റേഷൻ, അതിൻ്റെ അപ്പുറത്തേക്ക് ഓക്സിജൻ ഇല്ലല്ലോ. ആ ഓക്സിജൻ ഇല്ലാത്ത ആകാശ ലോകത്തേക്ക് പോയാൽ നമ്മൾ ഈ കരക്ക് പിടിച്ചിട്ട മീനിനെ പോലെ ഇങ്ങനെ പടക്കും, ശ്വാസം കിട്ടാതെ. സത്യത്തിൽ ഹൃദയം വിശാലമായി കിട്ടിയിട്ടില്ലെങ്കിൽ ഒരാളുടെ അവസ്ഥ അയാൾക്കൊന്നും തിരിയൂല, അയാൾക്ക് പറഞ്ഞതൊന്നും ബോധ്യപ്പെടൂല. അയാളെ മനസ്സിങ്ങനെ പടച്ചുകൊണ്ടിരിക്കും. എത്രത്തോളം ഇന്നത്തെ ഫ്രീ തിങ്കേഴ്സ്, യുക്തിവാദികൾ, അവർക്ക് നമുക്കൊക്കെ നമ്മുടെ ചെറിയ ബുദ്ധി കൊണ്ട് മനസ്സിലാകുന്നതല്ലേ ഉമ്മയോട് ഉപ്പയോട് കടപ്പാടുണ്ട്, ഉമ്മാനിപ്പാനും ബഹുമാനിക്കണം, അവരെ തൃപ്തിയില്ലാതെ ഒന്നും കിട്ടൂല എന്നുള്ളത് നമ്മുടെ ബേസിക് തോട്ടാണ്. പക്ഷേ ഫ്രീ തിങ്കേഴ്സ് അവർ ചോദിക്കുന്ന ഉൾപ്പില്ലാത്ത ചോദ്യം എന്താണ്? ബാപ്പയും ഉമ്മയും ഒരു ദിവസം 1 മിനിറ്റ് ആരും കാണാതെ തോന്നിവാസം ചെയ്തതിന് ജീവിതകാലം മുഴുവൻ അവരെ ബഹുമാനിക്കണമെന്നോ ചോദ്യമാണ്. യൂട്യൂബിൽ വരുന്നതാണ്, കമന്റ് എഴുതുന്നതാണ്. മാതാപിതാക്കളെ ബഹുമാനിക്കണം. ഒരു തോന്നിയാസം ചെയ്തതിന് ഞങ്ങളുണ്ടായി, അതിന് എന്നും ഓരോ ബഹുമാനിക്കണമെന്നോ? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇത് നമുക്ക് ഉൾക്കൊള്ളണില്ലേ അല്ലേ? മാതാപിതാക്കളോട് കടപ്പാടുണ്ട് എന്ന് നമുക്ക് ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷെ അത് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു വിഭാഗം. എന്തേ? ഹൃദയത്തെ തുറന്നു കിട്ടിയിട്ടില്ല. അല്ലാഹു നമ്മുടെ ഹൃദയത്തിന് ശറഹ് പ്രദാനം ചെയ്യട്ടെ, വിശാലത പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പം ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരായത്ത്. ഒന്നാമത്തെ അർത്ഥം, നിങ്ങൾ ഹൃദയത്തെ വിശാലമാക്കി തന്നില്ലേ. ഏത് സത്യവും ഏത് നേരും ഏത് നന്മയും ഉൾക്കൊള്ളാനുള്ള ഒരു വിശാലത, ഓപ്പണിംഗ് നിങ്ങൾ ഹൃദയത്തിന് നൽകിയില്ലേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തത്, അതിന്റെ രണ്ടാമത്തെ തഫ്സീർ അലം നശ്റഹ് ലക സദ്റക. ഒന്ന്, ഏത് നന്മ പറഞ്ഞാലും അതിങ്ങനെ മനസ്സിലാവും. ഇസ്ലാം പെട്ടെന്ന് ഉൾക്കൊള്ളുക. ഇസ്ലാമാണ് ശരി, അള്ളാഹു പറഞ്ഞതൊക്കെ ശരിയാണ്, ഖുർആൻ പറഞ്ഞതൊക്കെ ശരിയാണ്. ഇതിങ്ങനെ ഉൾക്കൊള്ളാനുള്ള ഒരു ഭാഗ്യം വല്ലാത്തൊരു ഭാഗ്യമാണ്. അല്ലാഹു ഹിദായത്ത് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു ഹിദായത്ത് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ കഴിഞ്ഞ കാലത്ത് ജീവിച്ച ഖുർആൻ എന്താ പറഞ്ഞത് അതനുസരിച്ച് ഞാൻ ജീവിക്കും, അങ്ങനെ വിട പറഞ്ഞു പോയൊരു മഹാനായിരുന്നു. അല്ലാഹു അവരുടെയൊക്കെ തിരുനോട്ടം നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ശൈഖുനാ ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എല്ലാം ഉണ്ടായിരുന്നു. മതം, ഭൗതികം, ഭാഷാപരിജ്ഞാനം, സയൻസ്, ഗണിതം. പക്ഷേ അവരെ നയിച്ചത് ഖുർആനായിരുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തത്, ഏത് പ്രശ്നം വന്നാലും തരണം ചെയ്യാനുള്ള ഒരു മനസ്സ് ഞാൻ നിങ്ങൾക്ക് നൽകിയില്ലേ.
പ്രശ്നങ്ങളല്ല വിഷയം. ആ പ്രശ്നം തരണം ചെയ്യാനുള്ള ഒരു ഹൃദയം ഉണ്ടാക്കലാണ്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രശ്നങ്ങൾ എത്ര വലുതാണ്. നമ്മൾ ആലോചിച്ചു, നമ്മളെപ്പോഴും പറയും, നമ്മൾ നേരെ റസൂലുള്ളാഹിനെ ചിന്തിച്ചാൽ മതി. നമ്മൾ പ്രശ്നങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും വേദനകൾക്കും ഇടയിലാകുമ്പോ പ്ലീസ് കമ്പയർ ടു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. യതീമായി പറന്ന് കുറച്ച് കഴിഞ്ഞപ്പോ ഉമ്മയും മരിച്ച്, പിന്നെ വല്യാപ്പി മരിക്കണ്, പിന്നെ നോക്കണ എളാപ്പ മരിക്കണ്, ഭാര്യ വരുന്നു, ഭാര്യയും മരിക്കുന്നു, മക്കള് മരിക്കുന്നു, ആൺകുട്ടികളൊക്കെ മരിച്ചു. അത് ഏത് കാലത്ത് പെൺകുട്ടികളുണ്ടായാൽ വലിയ ദുരന്തായി കാണുന്ന കാലത്ത് ആൺകുട്ടികളൊക്കെ മരിച്ചു പോവാം, പെൺകുട്ടികൾ മാത്രം നിലനിൽക്കുന്നു. ശത്രുക്കൾ ഒരു ഭാഗത്ത്, വിധി ഭ്രാന്തൻ, ഉമ്മ ഈ സമൂഹത്തെ നശിപ്പിക്കാമെന്ന്. മുഹമ്മദേ, നിനക്ക് പെണ്ണാ വേണ്ടത്, ഞങ്ങൾ പെണ്ണ് തരാം, എന്തെല്ലാം പറഞ്ഞു. അതിനിടയിൽ അതെല്ലാം തരണം ചെയ്യാൻ മുഹമ്മദ് മുസ്തഫാക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു കൊടുത്തതാണ് ശറഫു സ്വദഖ. നിങ്ങൾ പറയണതൊക്കെ പറഞ്ഞോളി, എനിക്ക് കുഴപ്പമില്ല, എനിക്ക് എൻ്റെ അല്ലാഹ് മതി. അതങ്ങനെ സഹിച്ച് ക്ഷമിച്ച് തരണം ചെയ്ത് അവസാനം ഫത്ഹ് മക്ക വരെ എത്തി. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആകെ 63 വയസ്സ്. പക്ഷേ എന്നും അങ്ങനെ ഓർക്കപ്പെടുന്ന ഒരു വ്യക്തി ആരുടെ യതീമായി എന്ന നിലക്ക് ആ ചരിത്രം തീർന്നു പോകണമായിരുന്നു. പിന്നെ ഉമ്മ മരിച്ചു എന്ന നിലക്ക് ചരിത്രം തീർന്നു പോകണമായിരുന്നു. നാട്ടുകാരൊക്കെ എതിർത്തു എന്ന അർത്ഥത്തിൽ അവിടുത്തെ ചരിത്രം അസ്തമിച്ചു പോകണമായിരുന്നു. ഈ പ്രതിസന്ധികൾക്കൊക്കെ ഇടയിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്താവുന്നതിലെ അത്യുന്നതമായ ഇടത്തിലെത്തി. എന്റെ കാര്യം പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ അള്ളാഹു ഹൃദയം തുറന്നു കൊടുത്തു. അള്ളാഹു തുറന്നിട്ട് പ്രശ്നമല്ല പ്രശ്നമല്ല, പ്രശ്നങ്ങൾ തരണം ചെയ്യാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെടലാണ് പ്രശ്നം. അള്ളാഹു നമുക്ക് ആ ഉന്നതമായ മാനസിക നിലവാരം തരട്ടെ. തന്നെ കളിയാക്കിയ ത്വാഇഫിലുള്ള കൂട്ടരെ നശിപ്പിക്കാൻ മുഖർറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ ഇസ്ലാം വന്നിട്ട് ചോദിച്ചപ്പോഴും റസൂലുള്ള പറഞ്ഞതെന്താ? ഒരറിവില്ലാത്തവരല്ലേ, അള്ളവർക്ക് കൊടുത്തൊടുക്കട്ടെ. ആ ഒരു മനസ്സുണ്ടെങ്കിൽ മുത്തുനബിയെ താങ്കൾക്ക് ഞാൻ വിശാലമാക്കി തന്നില്ലയോ? ഇസ്ലാം, ഞങ്ങളുടെ ഹൃദയം ഇസ്ലാമിന് വിശാലമാക്കി തന്നില്ലേ? ഒരർത്ഥം പ്രശ്നങ്ങൾ തരണം ചെയ്യാനുള്ള അവസ്ഥ തന്നില്ലയോ? മൂന്നാമത്തെ അർത്ഥം, ഏത് കൊടിയ ശത്രുവിനും പൊറുത്തു കൊടുക്കാനുള്ള മനസ്സ് തന്നില്ലയോ? ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്താ? ഈ അടുത്ത് സൈക്കോളജി പഠിപ്പിച്ച ഒരു മരുന്ന് മനുഷ്യനെ ഹാപ്പി ആയിട്ട്, മനുഷ്യന്റെ ഹോർമോണുകളൊക്കെ എനർജറ്റിക് ആയി, മനുഷ്യന്റെ ശരീരത്തിൽ നല്ല പുഷ്ടി വരണമെങ്കിൽ ഒരു ടെക്നിക്ക് എടുത്താൽ മതി. അവര് ഫോർഗീവ്നെസ് തെറാപ്പി എന്നൊക്കെ പറഞ്ഞു ഒരു വലിയ തെറാപ്പി പരിചയപ്പെടുത്തി. എന്താ വിഷയം എന്നറിയോ? എല്ലാവർക്കും പുറത്തെടുക്കും, പുറത്തെടുക്കട്ടെ. ഈ തെറാപ്പി എന്ന് മനഃശാസ്ത്രം അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പരിഷ്കർത്താവ് മുഹമ്മദ് മുസ്തഫ ആട്ടിയോടിച്ച ഫത്ഹ് മക്കയിലേക്ക് വന്ന് അവിടെയുള്ള പരിശുദ്ധമായ മക്കയുടെ മണ്ണിൽ ഖുറൈശി തമ്പ്രാക്കന്മാർ ആലില പോലെ ഇളകി ഹബീബിന്റെ മുമ്പിൽ നിൽക്കാണ്. ഇന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ഞെരിച്ചുകൊണ്ടു. അന്നേക്കല്ലേ ഞങ്ങൾ മുഹമ്മദിനെ ബുദ്ധിമുട്ടാക്കിയത്. ഇന്ന് മുഹമ്മദിന്റെ മുമ്പിൽ ഞങ്ങളൊക്കെ പ്രയാസപ്പെട്ടു പോകും. ഇന്ന് മുഹമ്മദ് ഞങ്ങളെ തരിപ്പണമാക്കും. ആ വിശ്വാസത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോ കാരുണ്യത്തിന്റെ ദൂതമായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് മക്കയിലെ ഖുറൈശികളോട് ചോദിക്കുകയാണ്, ഞാൻ ഇന്ന് നിങ്ങളെ എന്തു ചെയ്യുമെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? അവർ പറഞ്ഞു,
അഖുൻ കരീം. മുഹമ്മദേ, നീ നല്ലൊരു സുഹൃത്തല്ലേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്തിനാ സോപ്പിടല്ലേ എന്നല്ല, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഭ്രാന്തനെന്ന് വിളിച്ച, തങ്ങളാട്ടി ഒളിച്ച, തന്റെ പ്രിയപ്പെട്ട ഭാര്യമാർക്കെതിരെ വ്യഭിചാരോപണം വരെ നടത്തിയ എന്തെല്ലാം തെറ്റുകൾ, എന്തെല്ലാം നായാട്ടുകൾ, എന്തെല്ലാം മനുഷ്യത്വത്തിന് നിരക്കാത്ത പീഡനമാണ് മുഹമ്മദ് മുസ്തഫക്ക് കൊടുത്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരൊക്കെ അങ്ങനെ വിറച്ചുമ്പോ റസൂൽ അവരോട് പറയാണ്, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്ന് നിങ്ങളോട് ഒരു പ്രതികാരമില്ല കേട്ടോ. യഗ്ഫിറുല്ലാഹു ലക്കും, നിങ്ങൾക്കൊക്കെ പുറത്തുന്നോളും. വഹുവ അർഹമുർ റഹീം. എവിടുന്ന് കിട്ടിയ ഹൃദയം വിശാലതയാണ്. ഇതൊന്നും വിഷയമല്ല, ഇതുവരൊന്നും വിഷയമല്ല. ഇവരോടൊന്നും പ്രതികാരം എടുക്കാനുള്ളത് എല്ലാ ദുനിയാവും. അല്ലെങ്കിലും മുഹമ്മദ് മുസ്തഫയിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം വർത്തമാന കാലം പഠിക്കേണ്ട മനോഹരമായ ഒരു ഗുണപാഠമുണ്ടെങ്കിൽ ഒരുപാടുണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാളോടും പ്രതികാരം എടുക്കൂല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എടുത്തെടുത്ത് പാപ്പാനോട് പ്രതികാരം എടുക്കണ കാലം, തിരിച്ച് മക്കളോട് പ്രതികാരം എടുക്കണ കാലം, സ്വന്തം ഉറ്റയവരോട് പ്രതികാരം എടുക്കുന്ന കാലം, ചിരിക്കാത്തതിന്, വിളിക്കാത്തതിന്, പ്രതികരിക്കാത്തതിന്, എന്തിനോ മറന്നുപോയതിന് എല്ലാം പ്രതികാരം. അവിടെയാണ് നിങ്ങളോടൊരു പ്രതികാരവുമില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അലം നശ്റഹ്, ഇതിങ്ങനെ ഓതുമ്പോ നമ്മൾ ചിന്തിക്കണം, അലം നശ്റഹ് ലക സദ്റക, നിങ്ങളുടെ ഹൃദയം ഞങ്ങൾക്ക് വിശാലാക്കി തന്നില്ല. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. വിശാലായതുകൊണ്ടാണ് നമുക്ക് എങ്ങനെയെങ്കിലും ഇസ്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്നത്. അല്ലാഹു നിലനിർത്തി തരട്ടെ. വിശാലായതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയെങ്കിലും ജീവിക്കാൻ കഴിയണത്. പിന്നെയോ അതിന്റെ അർത്ഥം പ്രശ്നങ്ങൾ വരുമ്പോ തരണം ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങളുടെ ഹൃദയത്തെ ഞാൻ നിങ്ങൾക്ക് വിശാലമാക്കി തന്നില്ലയോ? അല്ലെങ്കിലും ഈ ദുനിയാവിന്റെ ഒരു നേച്ചർ, ഇമാമുന ശാഫിഈ തങ്ങൾ പറഞ്ഞതുപോലെ റളിയല്ലാഹു അൻഹു, യൗമുൻ ലക വ യൗമുൻ അലൈക, ഒരു ദിവസം നിനക്ക് ഭയങ്കര അനുകൂലമായിരിക്കും, മറ്റേ ദിവസം നിനക്ക് ഭയങ്കര പ്രതികൂലമായിരിക്കും. അത് ഈ ദുനിയാവിന്റെ ഒരു നേച്ചർ. എന്നും ഹാപ്പിനെസ് അതുണ്ടാവൂല. പക്ഷേ ആ പ്രയാസങ്ങൾക്കിടയിലും പുഞ്ചിരിക്കായിരുന്നു. അതാ നമ്മുടെ ക്വാളിറ്റി. വലിയ സന്തോഷം വന്നാലും പുഞ്ചിരിക്കാം, ടെൻഷന് വന്നാലും പുഞ്ചിരിക്കാം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. പിന്നെ അതിനൊരു അർത്ഥം കൂടെയുണ്ട്. അലം നശ്റഹ് ലക സദ്റക, അങ്ങയുടെ നെഞ്ചിനെ ഞാൻ കീറി തന്നില്ലയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തെ അല്ലാഹു മാലാഖരെ പറഞ്ഞയച്ചെടുത്ത് അത് പ്യൂരിഫൈ ചെയ്ത് തന്നില്ലയോ? ഇങ്ങനെയൊക്കെ അതിനർത്ഥമുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്നിട്ട് അല്ലാഹു ചോദിക്കുകയാണ്, അലം നശ്റഹ് ലക സദ്റക, താങ്കളുടെ ഹൃദയത്തെ നാം വിശാലമാക്കി തന്നില്ലയോ? വവദഅനാ അൻക വിസ്റക, താങ്കളെ തൊട്ട് താങ്കളുടെ വിസ്ർ എന്ന് പറഞ്ഞാൽ ഭാരം, ആ ഭാരത്തെ നാം ഇറക്കി വെച്ച് തന്നില്ലയോ? എങ്ങനത്തെ ഭാരം? അല്ലദീ അൻഖള വഹ്റക, അങ്ങയുടെ മുതുകു ഭാഗത്തെ സ്പൈനൽ കോഡ്, ആ ഏരിയയെ മുറിച്ച് കളയുന്ന വിധമുള്ള വലിയ വലിയ ഭാരങ്ങൾ അങ്ങയുടെ ജീവിതത്തിൽ വന്നപ്പോ അതൊക്കെ നാം താങ്കൾക്ക് താഴ്ത്തി തന്നില്ലയോ? നാം താഴ്ത്തി തന്നില്ലയോ? അങ്ങയെ തൊട്ട് വിസ്റക, അങ്ങയുടെ ഭാരങ്ങൾ. ഇങ്ങനത്തെ ഭാരം അല്ലദീ അങ്ങയുടെ മുതുകിനെ ഒടിച്ചു കളയുന്ന വിധമുള്ള വലിയ ഭാരം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.
ഇതിനൊക്കെ ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുത്തുനബിയെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ അല്ലാഹു എളുപ്പമാക്കി കൊടുത്തു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലം വ്യഭിചാരം, വിഗ്രഹാരാധന എല്ലാം വ്യാപിച്ച കാലാണ്. ഇത് കണ്ടിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ജീവിക്കുകയാണ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നിലേക്കും അല്ലാഹു പെടുത്തിയില്ല, ഒരു തെറ്റും ചെയ്തില്ല, ഒരു തെറ്റും ചിന്തിച്ചില്ല. തെറ്റുകൾക്കിടയിലായിരുന്നിട്ട് പോലും അല്ലാഹു തെറ്റുകളെ തൊട്ട് കാത്ത് സംരക്ഷിച്ചില്ലേ? അല്ലാഹു ചോദിക്കുകയാണ്, മുത്തുനബിയെ നിങ്ങളുടെ സ്മരണയെ നാം ഉയർത്തി തന്നില്ലയോ? താങ്കൾക്ക് ഉയർത്തി തന്നില്ലയോ? താങ്കളുടെ ഹൃദയത്തെ, താങ്കളുടെ ദിക്റക, താങ്കളുടെ ഓർമ്മയെ. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർക്കാതെ എങ്ങനെ ജീവിക്കാൻ കഴിയും? എവിടെയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയെ നമ്മളൊക്കെ പാടെ തീരുമാനിക്കണേ, ഹബീബിനെ ഓർക്കണില്ല എന്നാ നടക്കുമോ? ഒരു വിശ്വാസിക്ക് നടക്കുമോ? അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബിയോട് വന്നിട്ട് പറയാണ്, ഇന്ന റബ്ബി വറബ്ബക യഖൂൽ കൈഫ റഫഅതു ലക ദിക്റക. ജിബ്രീൽ അലൈഹിസ്സലാം മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കണം, അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, വറഫഅനാ ലക ദിക്റക, താങ്കളുടെ സ്മരണയെ നാം ഉയർത്തി തന്നിട്ടുണ്ടെന്ന്. എങ്ങനെയാണ് അത് ഉയർത്തിയതെന്ന് താങ്കൾക്കറിയുമോ? എങ്ങനെയാണ് അത് ഉയർത്തിയതെന്ന് താങ്കൾക്കറിയുമോ? അപ്പൊ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അലം, എനിക്കറിയൂല. അപ്പൊ പറയാം, ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കാണ്, അല്ലാഹു എന്നോട് പറയാൻ പറഞ്ഞതാണ്, ഇദാ ദുഃഖിറുതു, ഞാനെങ്ങാനും ഓർക്കപ്പെട്ടാൽ ദുഃഖിറുത മഈ, അല്ലാഹു ഓർക്കപ്പെടുകയാണെങ്കിൽ അവിടെ മുത്തുനബിയും ഓർക്കപ്പെടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു മുത്തുനബിയുടെ ഓർമ്മ ഉയർത്തിയത് എവിടെയാണ്? മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓർമ്മ ഉയർന്നു കിട്ടുന്നത് അല്ലാഹു ഓർക്കപ്പെട്ടാൽ മുഹമ്മദ് മുസ്തഫയും ഓർക്കപ്പെടും സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണ്? വലൈസ ഖതീബൻ, ഒരു ഖതീബുമില്ല, വലാ മുതശഹ്ഹിദൻ, ഒരു തശഹുദ് അത്തഹിയ്യാത്ത് ഓതുന്നവനുമില്ല, വലാ സാഹിബു സ്വലാത്തിൻ, ഒരു നിസ്കരിക്കുന്നവനുമില്ല, ഇല്ലാ യുനാദി ബിഹാ, മുത്തുനബിയെ വിളിച്ചിട്ടല്ലാതെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം പറഞ്ഞത് കൊണ്ട് തശഹുദാവുന്നില്ല. വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെയും ഓർക്കണം. ഇനിയോ ഒരാൾ ബാങ്ക് വിളിച്ചു, എനിക്കിനി മുഹമ്മദ് നബി പറയാൻ പറ്റില്ല, അല്ലാഹുവേ പറയാൻ പറ്റുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ബാങ്കാവൂല. ഒരു ഖതീബിനെ തീരുമാനിക്കാൻ ഖുതുബ, ഈ ഖുതുബയിൽ ഞാൻ മുഹമ്മദിനെ പരിചയപ്പെടുത്തൂല സല്ലല്ലാഹു അലൈഹി വസല്ലം. തൽക്കാലം ആ ഖുതുബയിൽ നമുക്ക് പോകാം, ആ ഖുതുബ സ്വീകരിക്കപ്പെടൂല എന്ന് മാത്രമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ആ ഹബീബിലേക്ക് മടങ്ങുന്ന ലമീർ പോരാ, പേര് തന്നെ പറയാതെ ഖുതുബ പൂർണ്ണമാകുന്നതല്ല. ആരാണിത് ആലോചിക്കണം? ആരെയാണ് അല്ലാഹു ഉയർത്തിയത്? ഒരു യതീമായി പറഞ്ഞ് ചെറുപ്പത്തിലെ ഉമ്മ മരിച്ചുപോയി, ആരും നോക്കാനില്ലാതെ ചരിത്രത്തിൽ നിന്ന് എന്നോ എടുത്തെറിയപ്പെടേണ്ട ഒരധ്യായം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ നിലക്കും അല്ലാഹു ഉയർത്തി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഒരു ഭൗതിക സാഹചര്യം അനുസരിച്ച് ഇങ്ങനെ ഓർക്കപ്പെടേണ്ട വ്യക്തിത്വമല്ല, പക്ഷെ അല്ലാഹു ഏറ്റെടുത്തു, അല്ലാഹു ദറജ കൊടുത്തു. അത് നമ്മളും അതിൽ ഭാഗവക്കാവുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ, അല്ലാഹു അതുപോലെ ഉൾക്കൊള്ളാനുള്ള ഭാഗ്യം നൽകട്ടെ. ഇനി നിങ്ങളൊരു ഖുർആന്റെ ആയത്ത് നോക്കി, സൂറത്തു ആലി ഇംറാനിൽ 87-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, എല്ലാ അമ്പിയാക്കൾക്കും ഞാനൊരു മീസാഖ് ഉടമ്പടി കൊടുത്തിരുന്നു.
പ്രവാചകരെയൊക്കെ പ്രവാചകന്മാരായി പറഞ്ഞയക്കുമ്പോ അവർക്ക് ഞാനൊരു കരാറ് കൊടുത്തിരുന്നു. എന്താ കരാറെന്നറിയുമോ? മൂസ, ഈസ, ഇബ്രാഹിം അലൈഹിസ്സലാം നിങ്ങൾ പ്രബോധനം ചെയ്യുമ്പോഴെങ്ങാലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നാൽ നിങ്ങൾ പ്രബോധനം ചെയ്യുമ്പോഴാണ് മുഹമ്മദ് കടന്നു വന്നതെങ്കിൽ പിന്നെ ഞാനാണ് പ്രവാചകൻ എന്ന് പറഞ്ഞു നിൽക്കരുത്. ഉടനെ നിങ്ങൾ ആരെ കൊണ്ട് വിശ്വസിക്കണം? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പണി എന്താണെന്നറിയോ? ആ മുഹമ്മദിനെ സഹായിക്കലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയുണ്ട്? ഇഞ്ചീലിലുണ്ട്, ഇതെവിടെയുണ്ട്? തൗറാത്തിലുണ്ട്. ഇവർക്കൊക്കെ വേദഗ്രന്ഥം കൊടുത്തപ്പോ ആ വേദഗ്രന്ഥത്തിൽ അള്ളാഹു പറയാണ്, നിങ്ങളാണ് പ്രവാചകൻ, പക്ഷെ നിങ്ങളുടെ കാലത്തെങ്ങാലും മുഹമ്മദ് വന്നാലോ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുഹമ്മദിനെ നിങ്ങൾ അനുസരിച്ചു കൊള്ളണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അള്ളാഹ് ഏറ്റെടുത്തു. അത് വിശദീകരിക്കേണ്ട വലിയൊരു ഭാഗമാണ്. അള്ളാഹു നമുക്ക് ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നൽകട്ടെ. ഒന്ന് നോക്കി നിങ്ങൾ, ഖുർആനിൽ എല്ലാ പ്രവാചകന്മാരുടെയും പേരെന്ന് പറയുന്നുണ്ട്. യാ ആദമേ. മറ്റൊരിടത്ത് യാ മൂസ, മൂസയേ. യാ ഈസ ഇന്നി മുതവഫീക്, ഈസാ നബിയുടെ പേര്. യാ ഇബ്രാഹിം, യാ സക്കരിയ. പക്ഷേ യാ മുഹമ്മദ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഖുർആൻ ഇങ്ങനെ കോടിയിട്ടും യാ മുഹമ്മദ്. അതെന്തേ? അല്ലാഹു പോലും പരിഗണിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഉന്നതമായ ദറജ ഉൾക്കൊണ്ട് സ്നേഹിക്കാൻ, ആ ഉന്നതമായ ദറജ ഉൾക്കൊണ്ടാൽ പിന്നെ അവിടുത്തെ പറ്റിയൊരു സംശയവും വരില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു അവിടുത്തെ ദറജയും അവിടുത്തെ മഹത്വവും അവിടുത്തെ മഅയ്യത്തും അല്ലേ. ഇങ്ങനെ എന്താ റസൂലുള്ള സാധാരണ മനുഷ്യനല്ലേ, ഇങ്ങനൊക്കെ വേണോ? നേരെ അള്ളാഹിനോട് ചോദിച്ചാൽ പോരെ? ഇവർക്കൊക്കെ അള്ളാഹു പണി കൊടുക്കുന്ന ഒരു ദിനം വരാനുണ്ട്. മഹ്ശറ വൽസബയിൽ, പടച്ചോനെ ഞങ്ങളെ ഈ മഹ്ശറയിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തണേ എന്ന് നേരിട്ടുണ്ട് പറഞ്ഞാൽ പോലെ ആർക്കെങ്കിലും പറയാൻ കഴിയോ? മനുഷ്യന്മാർക്ക് കഴിയോ? ഏതെങ്കിലും പ്രവാചകർക്ക് കഴിയോ? അവസാനം എല്ലാരും കൂടെ മുഹമ്മദ് നബിയെ നിങ്ങളൊന്ന് പറയണുണ്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം. തവസ്സുല് പറ്റൂല. മുത്തുനബിയെ വിളിച്ചിട്ട് അവിടുത്തെ ഹക്ക് കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റൂല എന്നൊക്കെ പറയുന്നവർക്ക് അള്ളാഹു വളരെ ഡയറക്റ്റായി ഓപ്പണായിട്ട് ഉത്തരം കൊടുക്കുന്ന ദിവസമാണ്. ഞങ്ങൾ ഇങ്ങോട്ട് നേരിട്ട് ചോദിക്കും, ഈ മഹ്ശറവാരി ഹിസാബ് വരാൻ സ്വർഗത്തിലേക്കോ അല്ലെ? അങ്ങനെയല്ല ചോദിക്കും. ഇന്നില്ലെങ്കിൽ സ്വർഗം അല്ലെങ്കിൽ നരകം എവിടെയെങ്കിലും ഒന്ന് ആക്കിത്താ അള്ളാഹ് അടുത്തുണ്ടായിട്ട് പോലും ചോദിക്കാതെ മുഹമ്മദ് മുസ്തഫാന്റെ അടുക്കലേക്ക് പോകും സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവിടുത്തെ തിരിച്ചറിയലും അവിടുത്തെ മഹത്വം ഉൾക്കൊള്ളലും ഈ ജീവിതത്തിന്റെ പ്രധാനമാണ്. അലം നശ്റഹ ലക സദ്റക, മുത്തുനബിയേ അങ്ങയുടെ ഹൃദയത്തെ നാം വിശാലമാക്കി തന്നില്ലയോ? താങ്കളെ തൊട്ട് ആ ഭാരത്തെ നാം ഇറക്കി തന്നില്ലയോ? അങ്ങയുടെ മുതുകിനെ ഞെരിച്ച് കളയുന്ന ഭാരം അത്രക്കും വലിയ ത്യാഗമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിച്ചത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? വിശുദ്ധമായ റബീഉൽ അവ്വൽ വരുമ്പോൾ ആ റസൂലുള്ളാഹിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം പുസ്തകം ഒന്ന് വായിക്കണം, അവിടുത്തെ പറ്റി പറയുന്ന ചരിത്രം ഒന്ന് വായിക്കണം. എന്നിട്ട് നമ്മളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തമ്മിലുള്ള ജീവചരിത്രം ഒന്ന് കമ്പയർ ചെയ്യണം. അതിനാണ് നമ്മുടെ ദർസ് വിദ്യാർത്ഥികൾ ഒരു ക്വിസ് കോമ്പറ്റീഷൻ, ഒരു വെറും ക്വിസ് മത്സരമല്ല, അത് ശരിക്കും ഒരു PDF കൊടുത്ത് നമ്മുടെ മക്കൾക്കൊക്കെ ആണും പെണ്ണിനൊക്കെ റസൂലുള്ളാഹിനെ പറ്റി പഠിക്കാൻ പറ്റുന്ന വിധം മനോഹരമായ ഒരു പുസ്തകം. അവർ 50 രൂപ രജിസ്ട്രേഷൻ ഫീ തന്നാൽ അവർക്ക് പകരം ഒരു PDF നൽകാൻ. അതിൽ മുഴുവനായി റസൂലുള്ളാഹിന്റെ ചരിത്രമുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട രക്ഷിതാക്കൾ മക്കളെ കൊണ്ട് ഇത് വായിപ്പിക്കണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കുമ്പോഴാണ് നമ്മുടെ ഇസ്ലാമിയത്ത് ഉണരുന്നത്.
വരുന്നത്, പ്രശ്നങ്ങൾ തരണം ചെയ്യാനുള്ള മനക്കരുത്ത് നമുക്ക് വരുന്നത് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്നിട്ട് അല്ലാഹു പറയാണ് ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ. അതുകൊണ്ട് പ്രയാസം വരുമ്പോൾ ഒന്നും ടെൻഷൻ അടിക്കണ്ട. തീർച്ചയായും മഅൽ ഉസ്രി പ്രയാസത്തോടൊപ്പമുണ്ട് യുസ്റാ, എളുപ്പമുണ്ട്. പ്രയാസത്തോടൊപ്പം എന്തുണ്ട്? എളുപ്പമുണ്ട്. പ്രയാസം വന്നാൽ ഉറപ്പാണ് എളുപ്പം. ഒരു വട്ടം പറഞ്ഞ പോരായിരുന്നോ? വീണ്ടും ആവർത്തിക്കാണ്. ഖുർആനിലാണ് ഒരു വിഷയം അല്ലാഹു പറയുന്നത്, അത് ഉറപ്പല്ലേ? പിന്നെയും അല്ലാഹു ആവർത്തിക്കുകയാണ് ഇന്ന മഅൽ ഉസ്രി യുസ്റാ. അവിടെ മുഫസ്സിരീങ്ങൾ കൊണ്ടുവരുന്ന മനോഹരമായ ഒരു വിചിന്തനം, വിചാരപ്പെടലുണ്ട്. ഫഇന്ന മഅൽ ഉസ്രി, ഒരു പ്രയാസത്തോടൊപ്പം യുസ്റാ, ഒരുപാട് സുഖങ്ങൾ വരാനുണ്ട്. അതൊരു വട്ടല്ല പറഞ്ഞത്. ഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഒരു പ്രയാസം ചിലപ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ വരും, ബിസിനസ്സിൽ വരും, ശരീരത്തിൽ വരും, കുടുംബത്തിൽ വരും. പക്ഷേ അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ട്രീറ്റ് ചെയ്തതുപോലെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ യുസ്റാ, ഇഷ്ടംപോലെ സുഖങ്ങൾ വരും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, അതുകൊണ്ട് ഫഇദാ ഫറഗത, ഒരു പണി കഴിഞ്ഞാൽ വിശ്രമിക്കരുത്. ഫൻസബ്, അടുത്ത പണി തുടങ്ങുക. പിന്നെയോ ഫഇദാ വഇലാ റബ്ബിക ഫർഹബ്, അല്ലാഹുവിലേക്ക് നല്ലോണം ആഗ്രഹിക്കുകയും ചെയ്യാം. ജീവിതം ഇങ്ങനെ വിജയിക്കും. തത്വം എന്താണ്? ഒരു പ്രയാസത്തിനൊപ്പം സുഖം പോലെ വരാണ്. ഞാൻ ഇത്രയൊക്കെ അധ്വാനിച്ചൊന്നും കിട്ടിയിട്ടില്ലല്ലോ, നിരാശപ്പെടേണ്ട, വരാൻ എടുക്കുന്നുണ്ട് എന്ന് ഖുർആനിൽ അല്ലാഹ് രണ്ടിട്ടം പറഞ്ഞു. അതിൻ്റെ ഒക്കെ മുമ്പ് ഇന്നാന്ന് പറഞ്ഞ എന്താ അർത്ഥം? തീർച്ചയായും അല്ലാഹ് പറഞ്ഞാൽ തന്നെ നമുക്ക് തീർച്ചയായും ആവശ്യമുണ്ടോ? ഇത് അല്ലാഹ് റിപ്പീറ്റ് ചെയ്ത് ഇന്നയൊക്കെ ചേർത്തിട്ട് പറയാണ്. പ്രശ്നം വരുമ്പോ പ്രശ്നത്തെ പറ്റി എല്ലാം ചിന്തിക്കേണ്ടത്, ആ പ്രശ്നത്തിന് ശേഷം ഒരു മഹാസുഖം വരാനുണ്ടല്ലോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സയ്യിദുനാ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം രോഗിയായിട്ട് കിടന്നു. രോഗം മാറിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചില്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു? ആ രോഗിയായപ്പോൾ ഞാൻ സന്തോഷിച്ചതുപോലെ എൻ്റെ ജീവിതത്തിൽ സന്തോഷിച്ചിട്ടില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ ആ മനസ്സ്. അപ്പോ സൂറത്തു ദുഹായും സൂറത്തു ശറഹും മനോഹരമായ ഒരു ചരിത്രാവിഷ്കാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവചരിത്രം ഇങ്ങനെ പഠിപ്പിച്ചെന്നിട്ട് 3 കാര്യം നമ്മളോട് പറഞ്ഞു. ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ, യതീമിനെ വെറുതെ അവരോട് കടുക്കാൻ കണ്ട കളി നീക്കളിയാവും. എന്തെങ്കിലും ചോദിച്ചു വന്നാൽ വെറുതെ അവരെ ആട്ടാൻ നിൽക്കണ്ട. അവർക്ക് അള്ളാഹിനോട് ചോദിച്ചാൽ മതി. അള്ളാഹ് പറഞ്ഞു വെച്ചിട്ട് അവൻ്റെ എന്താണോ ചോദിക്കാം, ഒന്നിനും നല്ല വാക്കെങ്കിലും കൊടുക്കുക. അള്ളാഹ് തന്ന നിഅമത്തൊക്കെ എടുത്തു പറയും. എത്ര പ്രയാസം ഉണ്ടെങ്കിലും അള്ളാഹ് തന്ന നിഅമത്ത് ഇങ്ങനെ പറയാം. അങ്ങനെയാണെങ്കിൽ ഇത് അള്ളാഹിന്റെ ഓർഡറാണ്. ഓർഡർക്ക് ശേഷം അള്ളാഹു ഗിഫ്റ്റ് തരികയാണ്. അങ്ങനെ ചെയ്താൽ ഇന്ന മഅൽ ഉസ്രി യുസ്റാ, എല്ലാ പ്രയാസത്തിന്റെ കൂടെ വലിയ വലിയ സുഖങ്ങൾ വരാനുണ്ട്. എന്ത് ചെയ്യണമെന്നറിയോ? പ്രയാസം വരുമ്പോൾ നമ്മളാകെ തളർന്നു ചടച്ചു പോകും, മടുപ്പ് ആകെ പിന്തിരിഞ്ഞു പോകും, എല്ലാം ഇട്ടെറിഞ്ഞു പോകും, നാടന്നെ വിട്ടുപോകും, സൂയിസൈഡ്. അതാണ് ഇന്നിപ്പോ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വന്തം ആത്മഹത്യ ചെയ്യാം. നമ്മുടെ കൗമ് അതിൽ നിന്ന് ഒരുപാട് അകലം പാലിച്ച പ്രത്യേക പേരുള്ള ഒരു കൗമായിരുന്നു. പക്ഷേ ഇവിടെയൊക്കെ നമ്മുടേത് കേട്ടുകൊണ്ടിരിക്കുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കും. ചട്ടക്കൊന്നും അടുത്ത പണിയെടുക്കുക, അള്ളാഹുവിലേക്ക് ആഗ്രഹിക്കുക, വലിയ വിജയം വരും ഇൻഷാ അല്ലാഹ്. ഭാഗത്തുകൂടെ നമുക്ക് വിശദീകരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ